അറിയില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം തിരഞ്ഞു കണ്ടുപിടിക്കാനോ അതിനെപ്പറ്റി കൂടുതൽ അറിയാനോ ശ്രമിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, ആ കൺഫ്യൂഷനും സ്ട്രഗ്ലിങ്ങും ഒക്കെയാണ് സത്യത്തിൽ മനുഷ്യരാശിയെ ഇത്രയും കാലം മുന്നോട്ട് നയിച്ചതും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിച്ചതും. ഇന്ന് AI നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്നത് ആ അസ്വസ്ഥതയെയും ചിന്താശേഷിയെയുമാണ്. ഒരു കാര്യം ഉറപ്പാണ്: നാളത്തെ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാൻ എല്ലാ ഉത്തരങ്ങളും അറിയുന്നവനല്ല, മറിച്ച് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന അർത്ഥവത്തായ വിപ്ലവകരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ആളായിരിക്കും. നമുക്കറിയാം, ചരിത്രത്തിലുടനീളം മനുഷ്യൻ പലതരം ടൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹാർഡ് വർക്ക് കുറയ്ക്കാനും കഴിവുകൾ ഇൻക്രീസ് ചെയ്യാനുമാണ് നമ്മൾ അത് ചെയ്തത്. ആദ്യമായി ചക്രം കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ഫിസിക്കൽ അധ്വാനം കുറഞ്ഞു. പിന്നീട് കാൽക്കുലേറ്റർ വന്നപ്പോൾ വലിയ വലിയ കാൽക്കുലേഷൻസ് കൈകൊണ്ട് ചെയ്യേണ്ടി വന്ന എഫേർട്ട് ഇല്ലാതായി. അത് കഴിഞ്ഞ് ഇന്റർനെറ്റ് വന്നപ്പോൾ ഇൻഫർമേഷൻ കിട്ടാനില്ല എന്ന അവസ്ഥ മാറിയിട്ട് ഏത് വിവരവും വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരവസ്ഥയായി. ഇതൊക്കെ വന്ന സമയത്ത് ആളുകൾക്ക് പേടിയുണ്ടായിരുന്നു. വലിയ ഡിബേറ്റുകൾ അന്നൊക്കെ നടന്നിരുന്നു. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായി തന്നെ മാറി. എന്നാൽ AI ഇതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഡിഫറെന്റ് ആകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോലും നമുക്കിപ്പോൾ കുറച്ച് പാടാണ്. കാരണം ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലൊരു ടെക്നോളജി ഉണ്ടാക്കുന്നത്. അത് നമ്മളെ പണി ചെയ്യാൻ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്ത് വെക്കാൻ മാത്രമല്ല സഹായിക്കുന്നത്, മറിച്ച് അത് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിൽ തന്നെ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. AI എസ്സേകൾ എഴുതാൻ പറ്റും, മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും, പുതിയ ഐഡിയാസ് വരെ ഉണ്ടാക്കാൻ പറ്റും, കോഡിങ് ചെയ്യാം, വലിയ ബുക്കുകൾ വായിച്ച് സമ്മറി ഉണ്ടാക്കി തരാം. പക്ഷെ മണിക്കൂറുകളോളം ഇരുന്ന് വായിച്ച് റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ ഇന്ന് ഒറ്റ പ്രോംപ്റ്റ് കൊടുത്താൽ സെക്കൻഡുകൾക്കുള്ളിൽ റെഡിയാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുക എന്നത് യാതൊരു എഫേർട്ടും ഇല്ലാത്ത ഒന്നായി മാറിയാൽ മനുഷ്യന്റെ ചിന്തിക്കാനുള്ള എബിലിറ്റിക്ക് തന്നെ എന്ത് സംഭവിക്കും? AI നമുക്ക് മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ഇതിനോടൊപ്പം വലിയൊരു റിസ്ക്കും വളരുന്നുണ്ട്. മെഷീനുകൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യന് ചിന്തയോടുള്ള ആ ഒരു ബന്ധം കുറയുകയാണ്. സ്വയം കാര്യങ്ങൾ ലേൺ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കിയിരിക്കുന്ന ചില നല്ല ഹാബിറ്റ്സ് നമ്മൾ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കുകയാണോ? നമ്മുടെ ക്യൂരിയോസിറ്റി, പേഷ്യൻസ്, ഒരു കാര്യം അറിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനിങ്, ഇമാജിനേഷൻ, സെൽഫ് റിഫ്ലക്ഷൻ, ഇതൊക്കെ എവിടെ പോകും? ഒരു കാര്യം മനസ്സിലാവാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത തന്നെയാണ് മനുഷ്യ നാഗരികതയെ ഇത്രയും ഗ്രോ ചെയ്യിപ്പിച്ചത്. സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലുമൊക്കെ സൈലന്റായി വലിയൊരു ചേഞ്ച് നടക്കുന്നുണ്ട്. AI അവിടെയൊക്കെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു ഇൻവിസിബിൾ പാർട്ട്ണറായി മാറി. പണ്ട് ഒരു അസൈൻമെന്റ് ചെയ്യാൻ ദിവസങ്ങളോളം ആലോചിക്കണമായിരുന്നു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമായിരുന്നു, സ്വന്തമായി ലോജിക് ഉപയോഗിക്കണമായിരുന്നു. ഇന്നത് മിനിറ്റുകൾ കൊണ്ട് ഫിനിഷ് ചെയ്യാം. ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കറക്റ്റ് ആൻസറിൽ എത്തിച്ചേരൽ മാത്രമല്ല, അറിയാത്ത ഒരു അവസ്ഥയിൽ നിന്ന് അറിയുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ആ ജേണിയാണ് യഥാർത്ഥത്തിൽ ലേണിംഗ്. ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ല, ഉടൻ തന്നെ ആരെങ്കിലും ആൻസർ പറഞ്ഞു തന്നു, ഇതിനെ ലേണിംഗ് എന്ന് വിളിക്കാനാവില്ല. ആ ക്വസ്റ്റ്യനുമായി നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നടക്കുന്ന അനാലിസിസ്, ഇമാജിനേഷൻ, പുതിയ വഴികൾ കണ്ടെത്തൽ, ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ ഈ പ്രോസസ്സും അധ്വാനവും അങ്ങ് ഡിസപ്പിയർ ആവുകയാണ്. ആൻസർ ഡയറക്റ്റ് മുന്നിലേക്ക് വീഴുന്നു. ചിന്തിക്കുന്ന ഈ പണി മുഴുവൻ നമ്മൾ AI ഏൽപ്പിക്കുമ്പോൾ ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടിയേക്കാം. പക്ഷെ കാര്യങ്ങളെ കണക്ട് ചെയ്യാനും സ്വന്തമായി ലോജിക്ക് ഡെവലപ്പ് ചെയ്യാനുമുള്ള നമ്മുടെ മൈൻഡിന്റെ സ്ട്രക്ചർ അപൂർണമായി തന്നെ തുടരും. ടീച്ചേഴ്സിനെ ഉത്തരം അറിയാമായിരുന്നിട്ടും സ്റ്റുഡൻസിന് അസൈൻമെന്റും പ്രോബ്ലംസും കൊടുത്തത് ആൻസർ അറിയാൻ വേണ്ടിയായിരുന്നില്ല, ആ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്ന വഴിയിലൂടെ സ്റ്റുഡന്റ് നടക്കണം എന്ന് കരുതിയിട്ടാണ്. AI ഇപ്പോൾ ആ വഴിയെ തന്നെ ഇല്ലാതാക്കുകയാണ്. നമുക്ക് ഇൻഫർമേഷൻ വേണം, അത് ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. ഈ ഇൻഫർമേഷനൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് മാറണം, എങ്ങനെ ക്രിട്ടിക്കലായി തിങ്ക് ചെയ്യണം എന്നത്. AI എല്ലാവർക്കും ഒരുപോലെ ഡാറ്റ നൽകുന്ന ഈ കാലത്ത് ഈ സെക്കൻഡ് സ്റ്റേജിനാണ് ഇമ്പോർട്ടൻസ്. ഇൻഫർമേഷൻ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുമുണ്ട്. ഫ്യൂച്ചറിൽ സക്സസ് ആകാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഡാറ്റ കയ്യിലുള്ള ആളല്ല, മറിച്ച് നന്നായി തിങ്ക് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അറിയാവുന്ന ഒരാളാണ്. പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ആൻസേഴ്സിന് ഇനി വലിയ വാല്യൂ ഇല്ല.
റിയൽ ടൈം തിങ്കിങ്, വാദിക്കുക, എല്ലാവരും ചേർന്ന് പുതിയ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക, ഇതിനൊക്കെയാണ് ഇനി പ്രയോറിറ്റി കൊടുക്കേണ്ടത്. AI എല്ലാ ചോദ്യത്തിനും ഉത്തരം തരുന്ന ലോകത്ത് ആൻസേഴ്സിന് വലിയ പ്രസക്തിയില്ല. മീനിങ് ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സ്കില്ലാണ് പ്രധാനം. ഇത്രയും കാലം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്തത് എന്താണ്? കറക്റ്റ് ആൻസർ നൽകുന്നവർക്ക് ട്രോഫിയും മെഡലും മാർക്കും ജോലിയും ഒക്കെ കൊടുക്കും. എന്നാൽ AI ശരിയായ ഉത്തരം നൽകാൻ സെക്കൻഡുകൾ മതിയെന്നിരിക്കെ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് പറയുന്നതിന് ഇനി എന്ത് പ്രസക്തിയാണുള്ളത്? AI നിറഞ്ഞ ഈ ലോകത്ത് സ്റ്റുഡൻസ് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, താൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് സ്വയം അവയർനെസ് ഉള്ളവരായി മാറണം. ലാംഗ്വേജ് ഉള്ള ആർക്കും തിങ്ക് ചെയ്യാം. എന്നാൽ ആ തിങ്കിങ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ഈ ഒരു സെൽഫ് അവയർനെസ് നമുക്കില്ലെങ്കിൽ AI നമ്മുടെ ചിന്തയെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്യും. നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലാതെ വരും. AI തിങ്ക് ചെയ്യുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ ഈ അവയർനെസ് നമുക്കുണ്ടെങ്കിൽ AI നമ്മുടെ ചിന്തയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാവില്ല. മറിച്ച് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്ന ഒരു സൂപ്പർ ടൂളാക്കി നമുക്കത് മാറ്റാം. AI എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലും ഹ്യൂമൻ ബ്രെയിന് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ AI കഴിയില്ല. കാരണം ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വെറും ഒരു കമ്പ്യൂട്ടേഷൻ മാത്രമല്ല. അതിൽ ഇമോഷൻസ് ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്, ഇമാജിനേഷൻ ഉണ്ട്, എത്തിക്സ് ഉണ്ട്, വിസ്ഡം ഉണ്ട്, എംപതി ഉണ്ട്, എക്സ്പീരിയൻസുകളിൽ നിന്ന് മീനിങ് കണ്ടെത്താനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. AI ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രോബ്ലത്തിൽ പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യാൻ AI കഴിയില്ല. എന്നാൽ ആ കൺഫ്യൂഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ ഗ്രോ ചെയ്യുന്നത്. ഈ AI യുഗത്തിൽ മനുഷ്യന് അവന്റെ സ്പെഷ്യൽ എബിലിറ്റീസ് നിലനിർത്താൻ കഴിയുമോ എന്നതാണ്. ആ ക്യൂരിയോസിറ്റിയും സ്ട്രഗിൾ ചെയ്യാനുള്ള മനസ്സും സെൽഫ് അനാലിസിസും കൃത്യമായ ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റിയും ഇനിയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ AI ഒപ്പോസ് ചെയ്യേണ്ടതില്ല, അതിലൊരു കാര്യവുമില്ല. എന്നാൽ AI യൂസ് ചെയ്യുമ്പോഴും AI ഇല്ലാതെ സ്വന്തമായി എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന് നമ്മൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ AI എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതായിരിക്കില്ല, മറിച്ച് AI ഉള്ള ഈ കാലത്തും മനുഷ്യന് സ്വന്തമായി എന്തൊക്കെ തിങ്ക് ചെയ്യാനും മനസ്സിലാക്കാനും കഴിയും എന്നതായിരിക്കും.